ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് പാലാ സ്പെഷ്യൽ പോർക്ക് ഫ്രൈ ആണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. ആദ്യമായിട്ട് ഞാനിവിടെ 2.5 സ്പൂൺ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഇത് ഗരം മസാലയാണ്, മഞ്ഞൾ പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. ആദ്യമായിട്ട് നമ്മൾ പോർക്ക് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക, നന്നായിട്ട് തിരുമ്മിയെടുക്കണം. ഇതെല്ലാം കൂടി ഞാൻ ഈ ഇറച്ചിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. നന്നായിട്ട് തിരുമ്മി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 2 കിലോ ഇറച്ചിയാണ്, അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 തക്കാളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സോസ് ചേർക്കേണ്ടവർക്ക് ഈ സ്റ്റെപ്പിൽ സോസ് ചേർക്കാവുന്നതാണ്. തക്കാളിക്ക് പകരം വേണമെങ്കിൽ സോസ് ചേർക്കാവുന്നതാണ്, ടൊമാറ്റോ സോസ് ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ തക്കാളിക്ക് തന്നെയാണ് ചേർക്കുന്നത്. നന്നായിട്ട് തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ചപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തായിരുന്നു, അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഇതിലേക്ക് അല്പം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂണ് മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ചെറിയ സ്പൂണിന് 1.5 സ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയൊക്കെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തും പോർക്കും കൂടെ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഫ്രൈക്കൊക്കെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതിന് വെച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇതൊക്കെ നിർബന്ധമൊന്നുമില്ല. നമ്മുടെ പാലാ സ്പെഷ്യൽ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പോർക്കൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് പിന്നെ കാണാം. ബൈ.